മോൻ വരാനായോ? ആ 4-5 ദിവസത്തിനുള്ളിൽ വരും. അമ്പലത്തിലെ ഉത്സവം അടുക്കാറായി, അറിയാലോ. ആ അപ്പോഴത്തേക്കൊക്കെ അവൻ വരും. ഇനിയെങ്കിലുവേ കുറച്ചും കൂടെ ഭക്തിയായിട്ടൊക്കെ ദൈവത്തോട് അടുത്ത് പെരുമാറണം കേട്ടോ മോളെ. കല്യാണം കഴിഞ്ഞിട്ട് 10-12 വർഷമായില്ലേ. ഇനിയെങ്കിലും ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ. അവൻ നിന്നോട് എത്ര നാളായി ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങിയിട്ട്. നീ എന്താ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ നടക്കുന്ന മോളെ? ഒരു കുഞ്ഞിക്കാല് കാണണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. എത്രയോ വർഷങ്ങളായി ഞാനും ഇത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ അത് മനസ്സിൽ വെക്കണം കേട്ടോ. ദൈവത്തോട് നമ്മൾ നന്നായിട്ട് അടുക്കണം, അടുത്ത് പ്രാർത്ഥിക്കണം. ഈശ്വരന്റെ കനിവാണ് നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. ഹലോ. ആ മോനെ, വിശേഷമൊന്നും ഇല്ലടാ, സുഖാണ്. പിന്നെ ഞാനും മോളും കൂടി ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല മോനെ. ഞാൻ പിന്നെ നിർബന്ധിച്ച് ഞാൻ കുറെ വഴിപാടൊക്കെ നിങ്ങൾക്ക് വേണ്ടിട്ട് നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടും കൂടി കുറച്ചു നേരമായിട്ടുള്ളൂ അമ്പലത്തിൽ നിന്ന് വന്നിട്ട്. നീ അവളുടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. മോനെ, ഞാൻ അവളോട് കുറെ ഉപദേശിച്ചു കൊടുത്തു നോക്കി, പക്ഷെ അവൾക്കൊന്നും കേൾക്കണില്ല. അവൾ അതൊന്നും ചെവിക്കൊള്ളണേ ഇല്ല. നീ വരുമ്പോ ഒന്ന് ഉപദേശിച്ചോളൂ. അതെ, നല്ല കാര്യം. അമ്പലത്തിലാണെങ്കിൽ ഉത്സവമാണ്. ഞങ്ങളിന്ന് അമ്പലത്തിൽ വെച്ച് പൂജാരിയെ കണ്ടിരുന്നു. ആ ഇതാ അവള് വന്നിട്ടുണ്ട്, ഞാൻ അവൾക്ക് കൊടുക്കാം. ഹലോ ഏട്ടാ. ഏട്ടൻ ഇല്ല ഏട്ടാ, ഞങ്ങൾ പോയല്ലോ. അറിയാലോ, അമ്മക്ക് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എത്ര പ്രാർത്ഥിക്കുന്ന അറിയുന്നല്ലേ. അപ്പൊ പ്രായമായിട്ട് വരല്ലേ, അതിന്റെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. ഏട്ടൻ എപ്പോഴാ വരുന്നേ? ഞാന് ഈ മാസം വരാൻ ചാൻസ് ഉണ്ട്. ലീവിന്റെ അപേക്ഷിച്ചുണ്ട്. നീ അമ്മ പറയുന്നത് കേട്ടിട്ടാ. വഴിപാട് കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാ അതുപോലെ ചെയ്യ് കേട്ടാ. നമ്പൂരി അവരെ നല്ല ആളാണ്. അയാള് ഒരുപാട് പ്രാർത്ഥന ഒരുപാട് ആൾക്കാർക്ക് സാധ്യത ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹിക്കുന്നവർക്ക് എത്ര പേരാണ്. ഞാൻ എന്റെ ആൾക്കാരെ പോലല്ല ആൾക്കാരൊക്കെ പറയുന്ന. അമ്മ പറയുന്ന പോലെ അവിടെ പോയി പ്രാർത്ഥിക്കും. എന്തൊക്കെ വഴിപാടുകൾ ഉണ്ടാക്കി ചെയ്യും. വേറെന്തൊക്കെയാ? വേറെന്താ വിശേഷം? ഏട്ടനെ കാണണം എനിക്ക്. ഏട്ടനൊന്ന് വാവേക്കോ. ഏട്ടൻ വന്നാ മതി ഏട്ടാ, ഒന്നും കൊണ്ടുവരൊന്നും വേണ്ട. നീ അത് അമ്മ പറയുന്നത് കേട്ടിട്ടാ, അതേപോലെ തന്നെ ചെയ്യും. അമ്പലം പോകുന്ന മുടക്കാതിരിക്കാട്ടാ. ആയിക്കോട്ടെ ഏട്ടാ. ശരി, എന്നാല് അമ്മയോട് പറ. ശരി, കട്ടിയാണ്ട് പറയാം. അമ്മ ഇതാ ഏട്ടൻ. എന്താ മോളെ? ഹലോ മോനെ. അമ്മ ശരി എന്നാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആള് കാര്യങ്ങളൊക്കെ അവളെന്തോ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വഴിപാടൊന്നും മുടക്കണ്ട. ശരി മോനെ, നീ വരാനുള്ള കാര്യങ്ങൾ നോക്ക് കേട്ടോ. എത്രയും ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ലീവിന് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഈ മാസം തന്നെ റെഡി ആവും. നമ്മൾ ഈശ്വരനും കൂടി ചിന്തിക്കണം മോനെ, എന്നാലാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം ശരിയാവത്തുള്ളൂ. ഓക്കെ അമ്മ, ഓക്കെ അമ്മ. ഞാൻ ഒരു ജോലി സ്ഥലത്താണല്ലേ, വിളിക്കാട്ടാ. ഓക്കെ മോനെ. ഓക്കെ അമ്മ. ഓക്കെ.
മതി ഫോൺ കളിച്ചത്. വർഷത്തിൽ ഒരിക്കലല്ലേ നാട്ടിൽ വരുന്നത്. അപ്പോഴാണെങ്കിലോ ഫ്രണ്ട്സുകൾ ഒന്നിച്ചങ്ങ് പുറത്തു പോകും. എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടായി തീർക്കേണ്ടത്? എന്താ അടിയത്? എന്തായാലും നമുക്ക് നാളെ അമ്മ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ആ വഴിപാടുണ്ട് കഴിക്കാം. എന്തായാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ. സർവാർത്ഥ സ്വാതികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സ്വാതികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഗുരുവായൂരപ്പ എന്റെ വിളി മോളെ. എന്തു പറ്റി മോളെ? അമ്മയ്ക്ക് സന്തോഷായി. ദേവി കടാടിച്ചു എന്നാ തോന്നുന്നേ. 5-6 വർഷമായിട്ട് നമുക്ക് കുട്ടികളില്ലാത്ത സങ്കടം എന്തായാലും ഇപ്രാവശ്യത്തെ വരവിൽ അത് മാറിക്കിട്ടിയില്ലേ? പിന്നെ നമ്മളെ അമ്മ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പല വഴിപാടുകളും ഒക്കെ ചേർന്ന് ഒടുവിൽ നമ്മളെ അമ്പലത്തിലെ പൂജാരിയുടെ അടുത്ത് പോയി ആ വഴിപാട് ഭംഗിയായി. പക്ഷെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളെ അമ്പലത്തിലെ പൂജാരി അദ്ദേഹത്തിൻ്റെ വഴിപാട് കൊണ്ടാണ് നമുക്കിതിൻ്റെ ഫലം കണ്ടത്. പിന്നെ അദ്ദേഹം എപ്പോഴെ പോയി പൂജ നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ അതിൻ്റെ ഫലം കണ്ടിട്ടുണ്ട്. എന്തായാലും അമ്മയുടെ നിൻ്റെയും പ്രാർത്ഥനയുടെ പ്രതിഫലമാണ് നമുക്ക് ദൈവം തന്നത്. എന്തായാലും നീ ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞിനെ ഒരുപാട് ശ്രദ്ധിക്കണേ. പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. ഓക്കെ? കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അമ്മ വന്നത് പറയുക എല്ലാം ശുദ്ധമായിട്ടുണ്ട് കേട്ടോ. എന്നാ ഞാനങ്ങ് പോട്ടെ. പൂജാരി ഇവിടെ നിൽക്ക്. പൂജാരി ഈ കർമ്മം മാത്രം ചെയ്താൽ പോരാ, മറ്റു ചില കർമ്മങ്ങൾ കൂടി പൂജാരി ചെയ്തു തീർക്കാനുണ്ട്. എങ്കിൽ മാത്രമേ പൂജാരിയുടെ കർമ്മം പൂർത്തിയാവുകയുള്ളൂ.